ഹലോ, നമ്മുടെ ഡേ 3 ഓഫ് പ്രാക്ടീസ് ഹെന്ന സെഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഇന്ന് കുറച്ച് വൈൻസ് ആണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു 4 ടൈപ്പ് ഓഫ് വൈൻസ് ആണ് ഇന്ന് കാണിക്കുന്നത്. ആദ്യം നമ്മൾ കാണിച്ചത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലത്തെ കോമൺ വൈൻസ് ആണ്. സോ നമ്മൾ എന്താ പറയുക, വൈൻസ് വരയ്ക്കാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ അത് ശീലാക്കണം. അപ്പോഴാണ് നമുക്കൊരു പെർഫെക്റ്റ് വൈൻ വരയ്ക്കാൻ എങ്ങനെയെന്ന് മനസ്സിലാവുള്ളൂ. നെക്സ്റ്റ് നമ്മൾ വരയ്ക്കുന്നത് ഇതുപോലെ ഒരു കേർവ്ഡ് സർഫസിലാണ്. ആദ്യം നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ ഒരു വൈന് വരയ്ക്കുക. പിന്നെ നമ്മളൊരു എന്താ പറയുക, ഒരു യു ഷേപ്പിലോ അങ്ങനെ ഒരു ഷേപ്പിലായിട്ടാണ് അടുത്ത എലമെന്റ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ എനിക്കറിയില്ല, പക്ഷെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ ഇത് കാണാൻ. വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറബിക് ഹെന്നയിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ വരയ്ക്കുന്നത് നമ്മൾ വരച്ച വൈൻസിന്റെ കൂടെ തന്നെ വേറെ കുറച്ച് 2 എലമെന്റ്സും കൂടി കൂട്ടിയിട്ടാണ്. ഇതുപോലെ നമ്മുടെ ലീഫ് വരക്കുക, പിന്നെ ഒരു യു എലമെന്റ് ഉണ്ടല്ലോ അത് വരക്കുക, പിന്നെ ഒരു വള്ളി പോലെ ഒരു വൈൻ പോലെ തന്നെ വരക്കുക. സോ ഇതാണ് നമ്മളെ 3ാമത്തെ വൈൻസ്. ഇതും ഭയങ്കര ഭംഗിയാട്ടോ കാണാൻ. നമ്മൾ ബോർഡർ ഡിസൈനിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല എലഗന്റ് ആയിട്ട് തന്നെ നമുക്ക് തോന്നും. ഇത് ഞാൻ കുറച്ച് ഫാസ്റ്റ് മോഷനിലാട്ടോ ചെയ്യുന്നത്. ഇത് പതുക്കെ ചെയ്താൽ മതി. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ. നെക്സ്റ്റും ഇതുപോലെ നമ്മളൊരു കേർവ്ഡ് സർഫസിലാണ് ചെയ്യുന്നത്. ഇതുപോലെ 3 ലീവ്സ് ഒന്ന് മേലേക്കാക്കിയിട്ടും പിന്നെ കുറച്ച് അടിയിലേക്കാക്കിയിട്ടും അതിന്റെ സെന്ററിലൂടെ 3 ലീവ്സ് വരക്കുക. ഇതാണ് നമ്മളെ 4ാമത്തെ ഡിസൈൻ. ഇത് നമുക്ക് ബോർഡർ ഡിസൈനിലും അതുപോലെ ബ്രൈഡൽ ഡിസൈനിലും അറബിക് ഡിസൈനിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എലമെന്റ് ആണ് കേട്ടോ. നല്ല സിമ്പിളാണ്, പക്ഷെ ക്യൂട്ടാണ് കാണാൻ. സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യാനും കമന്റ്സിൽ അറിയിക്കാനും മറക്കരുത്. നമുക്ക് നെക്സ്റ്റ് സെഷൻ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.